ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നാട്ടിൻപുറത്തെ കർഷകൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. 2 ദിവസം മറ്റ് ജോലി തിരക്ക് കാരണം നമ്മുടെ പറമ്പത്ത് വരാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ചെക്കന്മാരുടെ അടുത്തുകൂടെയെല്ലാം ഒന്ന് നടന്നു നോക്കി. അവന്മാർ എനിക്കായി എന്തെങ്കിലും സർപ്രൈസ് മാറ്റിവെക്കാതിരിക്കില്ല, അതെനിക്കുറപ്പാണ്. എല്ലാ ദിവസവും സാധിച്ചിട്ടില്ലെങ്കിലും സാധിക്കുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ ഇതുപോലെ നടക്കാറുണ്ട് കേട്ടോ. എന്താണെന്നറിയില്ല, ഇതുപോലെ നടക്കുമ്പോൾ മനസ്സിനെന്തോ ഒരു സമാധാനമാണ്. എൻ്റെ പ്രതീക്ഷ തെറ്റിയിട്ടില്ല. ഇതാ കിടക്കുന്ന ഒരു നേന്ത്രക്കുട്ടൻ. പിന്നെ അവൻ്റെ കാര്യം ശരിയാക്കുന്ന തിരക്കായി. ചെറിയ കൊലയാണ് കേട്ടോ, എന്തായാലും സന്തോഷം. 4-5 കിലോ കാണുമെന്ന് തോന്നുന്നു. നമ്മുടെ തന്നെ അടക്ക പാകി മുളപ്പിച്ച മുതലാണ് ഇവൻ. ഇവനെ ഞാൻ കഴിഞ്ഞ ദിവസം നട്ടതാണ്. നമ്മൾ എന്തു തന്നെ നട്ടാലും അതിന് കൃത്യമായി വെള്ളവും വളവും കൊടുത്തില്ലെങ്കിൽ അത് അവരുടെ വളർച്ചയെ തന്നെ ബാധിക്കും. ഇവനെ നടുന്നതിന് മുന്നേ തന്നെ കുമ്മായമിട്ട് മണ്ണ് ശരിയാക്കി ചാണകം, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി എന്നിവയൊക്കെ ഇട്ടതിന് ശേഷമാണ് ഞാൻ ഇവനെ നട്ടത്. പിന്നെ ഇവൻ കാണുന്നത് പോലെ അല്ല കേട്ടോ. കടലും കടന്ന് വന്നവനാണ്, ശ്രീലങ്കക്കാരൻ. മുകളിൽ പറഞ്ഞ കവുങ്ങിൻ തൈ നട്ടതുപോലെ തന്നെയാണ് ഇവനെയും നട്ടത്. ഇവനെയും കുമ്മായമിട്ട് മണ്ണ് ശരിയാക്കി കൃത്യമായ ജൈവവളം അടിവളമായി കൊടുത്തതിന് ശേഷമാണ് ഇവനെ നട്ടത്. പിന്നെ ശ്രീലങ്കക്കാരൻ എന്ന് പറഞ്ഞത് ഞാൻ ശ്രീലങ്കയിൽ പോയി വാങ്ങിയത് ഒന്നും അല്ല കേട്ടോ. നമ്മുടെ വീടിനടുത്തുള്ള നഴ്സറിയിൽ നിന്ന് ശ്രീലങ്കൻ തൈ ആണെന്ന് പറഞ്ഞ് തന്നതാണ്. ശ്രീലങ്കൻ ആണോ കുന്നംകുളം ആണോ എന്ന് ആ നഴ്സറി ഉടമക്കും ദൈവത്തിന് മാത്രമേ അറിയാൻ സാധിക്കൂ. അത് വേറെ കാര്യം. നിങ്ങൾ എൻ്റെ മുമ്പത്തെ വീഡിയോയിൽ ഒരു തെങ്ങും തൈ പിഴുതുമാറ്റുന്നത് കണ്ടു കാണുമല്ലോ. ശരിക്കും പറഞ്ഞാൽ അന്ന് എനിക്ക് മാറ്റേണ്ടി വന്നത് 7 തൈയോളമാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ എത്ര തന്നെ നല്ല രീതിയിൽ നോക്കിയാലും നമുക്ക് വിധിച്ചതേ നമുക്ക് കിട്ടത്തുള്ളൂ. എന്തുതന്നെ ആയാലും നമ്മുടെ പരിശ്രമം തുടർന്നുകൊണ്ടേയിരിക്കുക. ഇന്നത്തെ എൻ്റെ പ്രധാന ജോലി ഈ കാണുന്ന കാട് പിടിച്ചു കിടക്കുന്ന ഭാഗം വെട്ടി വൃത്തിയാക്കലാണ്. നല്ലോണം ശ്രദ്ധിച്ച് വേണം ഇവിടെ മെഷീൻ വെക്കാൻ. ഈ കാടിൻ്റെ ഒക്കെ അടിയിൽ കൂടെ വെള്ളത്തിൻ്റെ പൈപ്പ് പോകുന്നതാണ്. അത് മുറിഞ്ഞു പോയാൽ പിന്നെയും എനിക്ക് പണിയാകും. എനിക്ക് മനസ്സിൽ ആവാത്ത കാര്യം അതല്ല, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാണ് ഓരോന്ന് നട്ടുപിടിപ്പിക്കുന്നത്. അതിനെ എത്ര നല്ല രീതിയിലാണ് നോക്കുന്നത്. എന്നാലും അതിന് ഓരോരോ കാരണങ്ങൾ വന്ന് നശിച്ചു പോകും. എന്നാൽ ഈ കാട് പിടിച്ച് കിടക്കുന്നവൻ്റെ കാര്യം നോക്കിക്കേ. വർഷത്തിൽ 3-4 തവണ വെട്ടിക്കളയുന്നു. ഒരു വളവും ഇട്ട് കൊടുക്കുന്നില്ല. എന്നാലും എന്ത് ഉഷാറായിട്ടാണ് ഇവന്മാർ വളരുന്നത്. അതും ഒരു രോഗം പോലും വരാണ്ട്. എന്താലേ. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മുടെ ശ്രീലങ്കൻ തൈ വാങ്ങിയതും നട്ടതും ഞാനല്ല, അത് എൻ്റെ ഉപ്പയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഉപ്പാനെ സഹായിക്കാനാണ് ഇവിടെ വരുന്നത്. പിന്നെ ഇടയ്ക്ക് ഒരു ബ്രേക്ക് എടുത്ത് രാവിലത്തെ ഫുഡ് കഴിച്ചു. മക്രോണിയാണ് ഇന്നത്തെ സ്പെഷ്യൽ. ഇന്നലെ രാത്രി കഴിച്ചതിൻ്റെ ബാക്കി ഉമ്മ രാവിലെ ചൂടാക്കി തന്നതാണ്. ഇനിയും വീഡിയോ പിടിച്ച് നടന്നാൽ എൻ്റെ പണി നടക്കത്തില്ല. അതുകൊണ്ട് ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ കേട്ടോ. ബാക്കി നാളെ പറയാം. പിന്നെ എല്ലാവരോടും കൂടിയായി ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഓക്കെ, ബൈ. നാളെ കാണാം.